ഡിയർ, വെൽക്കം ടു ദാഡ് സൈൻ. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ശാസ്താംകോട്ട ഭരണിക്കാവ് ചെക്കോട് റോഡിലായിട്ടാണ്. ഞാനിന്ന് കാണിക്കുന്നത് നമുക്ക് ഈദിന് പാർട്ടി വെയർ ആയിട്ടുള്ള ചുരിദാറുകൾ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. നമ്മൾ വെസ്റ്റേൺ കുറെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നതാണ് പാർട്ടി വെയർ ആയിട്ടുള്ള ചുരിദാറുകൾ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രണ്ടി മെറ്റീരിയൽ ആണ് കേട്ടോ വന്നേക്കുന്നത്, പ്യുവർ ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ വന്നേക്കുന്ന പാർട്ടി വെയർ ആയിട്ടുള്ള ഹാൻഡ് വർക്കിൽ വന്നിട്ടുള്ള രീതിയിലുള്ള ചുരിദാറിന്റെ കളക്ഷൻസ് ആണ്. കാണുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നിക്കും, അതുപോലെ തന്നെ ഭയങ്കര ഒരു ക്ലാസ് ലുക്കും തരുന്ന രീതിയിലാണ് ഈ ഒരു മോഡൽ വന്നേക്കുന്നത്. ചിലപ്പോൾ നമ്മൾ നോർമലി നൈറ്റ് ആണ് വീഡിയോസ് കൂടുതലായിട്ട് എടുക്കുക, കാരണം കളേഴ്സ് കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ ഡേയിലാണ് എടുക്കുന്നത്. ചിലപ്പോൾ എന്താ പറയാ, ചില കളേഴ്സിന് ചെറിയ വേരിയേഷൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്ന ആളിനോട് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത് പറയാം കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് കളറായിട്ട് തന്നെയാണ് കാണുന്നത്, വീഡിയോയിൽ കാണുന്ന കളർ തന്നെയാണ് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ നല്ല രസമായിട്ടുള്ള മോഡലാണ്. നെക്ക് പോർഷനിലൊക്കെ നല്ല സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള, കാണുന്നുണ്ടോയെന്ന് അറിയില്ല, സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ഹാൻഡ് വർക്കാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ ദാമൻ ഏരിയയിലും ലെയർ ആയിട്ട് ഹാൻഡ് വർക്കാണ് കേട്ടോ ചെയ്തേക്കുന്നത്. നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകുന്ന രീതിയിലൊന്നുമല്ല, സ്റ്റിച്ച് ചെയ്തിട്ടുള്ള രീതിയിലാണ് വർക്ക് വന്നേക്കുന്നത്. അപ്പോൾ നമുക്കിതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം. ഞാൻ വെയർ ചെയ്തേക്കുന്ന കളർ വന്നിട്ടുള്ളത് ഒരു സ്റ്റീൽ ബ്ലൂ, പിക്കോക്ക് ബ്ലൂ, ആ ഒരു ടൈപ്പ് ഓഫ് കളറാണ് കേട്ടോ വന്നേക്കുന്നത്. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ഗ്രീൻ ആണ് കളറ്. നല്ല രസമായിട്ടുള്ള ഒരു ഗ്രീൻ കളറാണ് നെക്സ്റ്റ് കളർ വരുന്നത്. ഇതിന്റെ വർക്ക് ഞാൻ അടുത്ത് കൊണ്ടുവന്ന് കാണിക്കാം കേട്ടോ. ഇതാണ്ട് ദാമൻ ഏരിയയിലുള്ള വർക്ക് നോക്കുക, ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് കാണുന്നുണ്ടോടാ? കാണുന്നുണ്ടല്ലോ. ദാമൻ ഏരിയയിലുള്ള ഈ ഒരു വർക്കാണ് നല്ല ഹൈലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ലെയർ ആയിട്ടാണ് വർക്ക് കൊടുത്തേക്കുന്നത്. നമുക്ക് നല്ലൊരു ഭംഗിയായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് വർക്ക് വന്നേക്കുന്നത്. നെക്ക് പോർഷനിലും ഈ ഒരു രീതിയിലാണ് വർക്ക് കൊടുത്തേക്കുന്നത്. സ്ലീവിലും ചെറിയൊരു ബൂട്ടാ വർക്ക് കൊടുത്തിട്ട്, ഫാൻ ഉള്ളതുകൊണ്ട് എന്താ പറയാ, ഒരു ചെറിയ രീതിയിൽ കട്ട് ഡൗൺ കൊണ്ടുള്ള ഒരു വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. കളറിന് ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. ചെറിയൊരു ലൈറ്റോ ഡാർക്കോ? ഒരു പീക്കോ ഗ്രീൻ പോണക്കുള്ള കളറായിട്ടാണോ ഫീൽ ചെയ്യുന്നത്? കുഴപ്പമില്ല, ഒരു പീക്കോ ഗ്രീൻ പോലെയുള്ള കളറായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇതൊരു ബോട്ടിലി ഗ്രീനിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു ലൈറ്റർ ഷെയ്ഡായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. നിങ്ങൾ പിക്ക് ചോദിക്കുക, പിക്കിൽ നമ്മൾ മാക്സിമം കളർ സിമിലർ ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ ദുപ്പട്ടയിൽ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ട് അതിൽ സ്റ്റോൺസ് ഗം ചെയ്തിട്ടുള്ള രീതിയിലാണ് വന്നേക്കുന്നത് കേട്ടോ. ബോട്ടം ചില കളേഴ്സ് നമുക്ക് ക്യാമറയിൽ കറക്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതെന്താണെന്നറിയില്ല. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഒരു കറക്റ്റ്, കൂടുതലും നൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കിട്ടാറുണ്ട് കറക്റ്റ് കളർ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും നൈറ്റ് വീഡിയോസ് ഇടുന്നത്. ഇടുന്നതല്ല, നൈറ്റാണ് കൂടുതലും വീഡിയോസ് എടുക്കുന്നത്. കാരണം നമുക്ക് ഷോപ്പിൽ നിന്ന് ഇങ്ങനെ പുറത്തുനിന്നുള്ള വെട്ടം വരാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കളർ എടുക്കുന്നത്. അതുപോലെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കറക്റ്റ് കളറാണോ? നമ്മൾ 100% കളർ ഗ്യാരണ്ടി ഒരു കളറിനും പറയില്ല. അതായത് വാഷിംഗ് ഗ്യാരണ്ടി അല്ല ഉദ്ദേശിച്ചത്, ഫോട്ടോയിൽ. കാരണം ഓരോ ഫോണിലും നമ്മൾ ഇവിടെ തന്നെ, നമ്മുടെ ഇപ്പോൾ എൻ്റെ ഫോണിൽ ഒരു കളറായിട്ടായിരിക്കും കാണുന്നത്. ഒരു ഐറ്റം എന്നല്ല, എല്ലാ ഐറ്റത്തിൻ്റെയും കാര്യം എങ്ങനെയാണ് പറയുന്നത്. ചെറിയ നമുക്ക് ഫോണുകളിൽ കളർ വേരിയേഷൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ ഫിൽറ്റേഴ്സിന്റെ കാര്യം പറയാറുണ്ട്. കുറെ പേര് വന്നിട്ട് പറയും ഫിൽറ്റർ ഇല്ലാതെ ഫോട്ടോ അയച്ചു തരാമോ, വീഡിയോയിൽ ഫിൽറ്റർ ഉള്ളത് കൊണ്ട് പറ്റുന്നില്ല, കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഒരു വീഡിയോസിലും തന്നെ, നമ്മുടെ റീൽസിൽ പോലും നമ്മൾ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാറില്ല. നമ്മൾ ഒരു വീഡിയോയിലും നിങ്ങൾക്ക് കറക്റ്റ് മാക്സിമം കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വീഡിയോസിലും റീൽസിലോ ഒന്നും തന്നെ നമ്മൾ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാറില്ല കേട്ടോ. നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നമ്മുടെ എന്താ പറയാ, വാടാമുല്ല കളർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലുള്ള കളറാണ്. വാടാമല്ലി കളർ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു പർപ്പിൾ കളറാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, നെക്ക് പോർഷനിൽ നല്ല രസമായിട്ടുള്ള വർക്കാണ് കൊടുത്തേക്കുന്നത്. കണ്ടോ, എല്ലാ കളേഴ്സും നല്ല കളറാണ്. ഇതുപോലെ ഇതിന് വലിയ ഇയറിങ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് വെയർ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. എൻ്റെ ഫേസിന് പക്ഷേ വലിയ ഇയറിങ്സ് ഇട്ട് മാച്ച് ആവില്ല. എൻ്റെ ഫേസിന് അങ്ങനെയാണ്. എനിക്ക് എപ്പോഴും ചെറിയ കമ്മലുകൾ മാത്രമേ എനിക്ക് സൂട്ട് ആവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ ഇതുവരെ ഞാൻ അങ്ങനെ സ്റ്റൈൽ ചെയ്യാറില്ല. കണ്ടില്ലേ, നല്ല രസമാണ്. ദാമൻ ഏരിയ ആണ് മെയിൻ ഹൈലൈറ്റ്. അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട്.
എന്താ പറയാ 46-47 അടുത്ത് ലെങ്ത് ഉണ്ടാവും. നിങ്ങൾ ലെങ്ത്തിന്റെ കാര്യം ഇഷ്യൂസ് ഉള്ളവരൊന്ന് പ്രത്യേകം ചോദിക്കുക. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഹൈറ്റ് കുറവാണ്. അപ്പോൾ ഹൈറ്റ് കുറവുള്ളവർക്കും ഓക്കെ ആയിരിക്കും. എനിക്ക് 150 ഒക്കെ ഹൈറ്റ് വരുന്നുള്ളൂ കേട്ടോ. വീഡിയോയിൽ കാണുന്നതിന്റെ അത്രയും ഹൈറ്റ് എനിക്കില്ല. അപ്പോൾ പാൻറ് എപ്പോഴും എല്ലാവരും പറയും എനിക്ക് ഹൈറ്റ് കുറവാണ്, അപ്പൊ എനിക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ചോദിക്കും. ഹൈറ്റ് കുറവുള്ളവർക്ക് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയണമെങ്കിൽ എന്നെ തന്നെ നോക്കിയാൽ മതി. ഞാൻ അത്രയും ഹൈറ്റ് കുറവാണ് കേട്ടോ. ഞാൻ പിന്നെ ഹീൽസ് ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് റെഡ് കളറാണ് കേട്ടോ. നല്ലൊരു ചില്ലി റെഡ് അല്ല, ഒരു നമ്മുടെ ഒരു ന്യൂഡായിട്ടുള്ള രീതിയിലുള്ള റെഡാണ് കേട്ടോ. ഒരുപാട് കുത്തുന്ന റെഡ് അല്ല, ഒരു മെറൂൺ റെഡ് പോലെ വന്നിട്ടുള്ള രീതിയിലുള്ള റെഡാണ്. കണ്ടില്ലേ, ഏറ്റവും ഭംഗി ഇതിന്റെ ദാമനേരിയാണ്. പിന്നെ ഹൈറ്റ് കുറവുള്ളവരായാലും ഇതിന് ആ ഒരു ലെങ്ത്തിൽ വരുന്നതാണ് ഇതിന്റെ ഭംഗി കേട്ടോ. കാരണം ഇത് ലെങ്ത് കുറഞ്ഞു വന്നാൽ അത്ര ഭംഗി ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു ടിപ്പും കൂടിയാണ്, നമ്മൾ ഹൈറ്റ് കുറവുള്ളവര് ലെങ്ത് കൂടിയ രീതിയിലുള്ള ടോപ്പ് യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഹൈറ്റ് ഫീൽ ചെയ്യൂ കേട്ടോ. നമ്മൾ ലെങ്ത് കുറഞ്ഞ ടോപ്പ് ഇടുന്നതിനെക്കാട്ടിലും നല്ലത് ഹൈറ്റ് കുറവുള്ളവർ ലെങ്ത് കൂടിയ ടോപ്പ് ഇടുന്നതാണ് നല്ലത്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഹൈറ്റ് കിട്ടും. ഹൈറ്റ് കിട്ടുന്നല്ല, ഹൈറ്റിങ് ഇപ്പൊ കിട്ടൂലല്ലോ, തോന്നിക്കും. നെക്സ്റ്റ് കളർ നോക്കാം. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ എന്താ പറയാ ഒലീവ് ഗ്രീൻ എന്നൊക്കെ പറയില്ലേ, മെഹന്തി ഗ്രീൻ, ആ ഒരു കളറാണ് കേട്ടോ. പക്ക മെഹന്തി ഗ്രീൻ ഷെയ്ഡാണ് വന്നേക്കുന്നത്. ഒരു സ്റ്റാൻഡേർഡ് കളറാണ്. ഓവർ കളേഴ്സ് ഒന്നും വേണ്ട എന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ്. ഇതിന്റെ ദുപ്പട്ട, പാന്റ്. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് വന്നിരിക്കുന്നത് റാണി പിങ്ക് ആണ് കേട്ടോ. കളറ് നല്ല രസമായിട്ടുള്ള ഒരു റാണി പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത്. കണ്ടില്ലേ, ദാമനിലെ വർക്ക് ഞാൻ ഒന്നും കൂടി കാണിക്കാം. നല്ല രസമായിട്ടുള്ള വർക്കാണ് ദാമനേരിയിൽ കൊടുത്തിരിക്കുന്നത്. ദുപ്പട്ട, പാന്റ്. ദുപ്പട്ടയൊക്കെ തലയിൽ കിടക്കുന്ന രീതിയിലുള്ള ദുപ്പട്ടയാണ്. മെറ്റീരിയൽ നമുക്ക് അധികം വണ്ണം തോന്നിക്കില്ല. പിന്നെ സൈസസ് ഉള്ളത് LXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഡബിൾ XL എന്താ പറയാ, ഇപ്പോ XL എടുത്തിട്ട് എന്താ പറയാ ടൈറ്റ് ആയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് ഡബിൾ XL യൂസ് ചെയ്യുന്നവരുണ്ടാവില്ലേ, അങ്ങനെയുള്ളവർക്കും ഇത് XL എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം ഇതിന്റെ ചെസ്റ്റ് സൈസ് 42 ആണ് വരുന്നത്. പക്ഷെ അല്ല, കറക്റ്റ് 44 തന്നെ വേണം എന്നുള്ളവർ ഇത് എടുക്കണ്ട. അപ്പോ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ